ഇവർക്കും സാദരമായിട്ടുള്ള നല്ല നമസ്തേ. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭനാണ്. 2025 വർഷം നമ്മുടെ ഭാരതത്തെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയ കാര്യ ചിന്തയിൽ ഒരു പ്രധാനമുള്ള വർഷമാണ്. ഭാരതത്തിലെ രണ്ട് പ്രസ്ഥാനങ്ങൾ 100 വർഷം ആഘോഷിക്കുകയാണ് 2025. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSSഉം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഹിന്ദിയിൽ അതിനെ ഫാക്കപ്പ എന്ന് പറയും, അതുമാണ്. അതായത് ഇന്ത്യയിൽ RSSഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രൂപം കൊണ്ടിട്ട് 100 വർഷം തികയുന്നു എന്നതാണ് 2025 പ്രത്യേകത. 1925 സെപ്റ്റംബർ 27 വിജയദശമി നാളിൽ മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലെ ബോഹിദവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡേവാർ RSS സ്ഥാപിക്കുന്നു. 1925 ഡിസംബർ 26 കാൺപൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. MN റോയ് ആയിരുന്നു അതിൻ്റെ സ്ഥാപക നേതാവ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒരു ഘടകം 1920 ഒക്ടോബർ 17 താഷ്കൻഡിൽ വെച്ച് രൂപം കൊടുത്തു എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ പ്രമുഖനായ നേതാവ് മുഹമ്മദ് ഷെരീഫും MN റോയുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം ആഘോഷിക്കുന്നത് 1925 ഡിസംബർ 26 അടിസ്ഥാനപ്പെടുത്തിയാണ്. 100 വർഷം കൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ എങ്ങനെ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ കുടുംബത്തിൽ അനേകം പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 100 വർഷം പൂർത്തിയായിട്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് യാതൊരു മൂല്യച്യുതിയും സംഭവിക്കാതെ ചുറുചുറുക്കുള്ള ഒരു ബാലനെ പോലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരിവാർ സംഘടനകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളായി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP, തൊഴിലാളി പ്രസ്ഥാനമായ BMS, അഭിഭാഷകരുടെ പ്രസ്ഥാനമായ ഭാരതീയ അഭിവക്ത പരിഷത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ BJP, ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഒട്ടേറെ പരിവാർ സംഘടനകളും ഉണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം കഴിയുമ്പോഴേക്കും 200-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി പല പിളർപ്പിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യമുണ്ടായത് CPI, പിന്നീട് CPM, പിന്നീട് CPI-ML, പിന്നീട് പലതരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അങ്ങനെ ഏതാണ്ട് 200-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി ഇന്ത്യയിൽ പല രംഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആദ്യം രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI 6 സീറ്റിൽ മത്സരിക്കുന്നു. പിന്നീട് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI-M 4 സീറ്റിൽ മത്സരിക്കുന്നു. എന്നാൽ CPM-ൽ നിന്ന് വിപ്ലവം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് രൂപം കൊണ്ട CPI-ML അവിടെ 20 സീറ്റിൽ മത്സരിക്കുക. ഇവയൊക്കെ
ഘടകകക്ഷികളായി മത്സരിക്കുകയാണ് മുന്നണിയുടെ. ഈ CPI-ML തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 22 ML പാർട്ടികളായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം CPIക്കാണെങ്കിൽ പാരമ്പര്യം അവകാശപ്പെടാനുള്ള പല സംഘടനകളുമുണ്ട്. AISF ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. AIYF ചില യുവജന സംഘടനകളുണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട യുവജന സംഘടനയാണെന്ന് പറയാം. A2C CPIയുടെ തൊഴിലാളി സംഘടന വളരെ ചരിത്ര പാരമ്പര്യമുള്ള സംഘടനയാണ്. 1920 ഒക്ടോബർ മാസം 31-ാം തീയതി ബോംബെയിലാണത് രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ലാലാ ലജപത് റായ് ആയിരുന്നു. BMS എന്നാൽ രൂപീകരിക്കുന്നത് അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് BMS രൂപീകരിക്കുന്നത്. 1955 ജൂലൈ മാസം 23-ാം തീയതിയാണ് BMS രൂപീകരിക്കുന്നത്. ദത്തോഭായ് തേങ്കഡ്ജി ആയിരുന്നു BMSൻ്റെ ഫൗണ്ടർ. BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ അംഗസംഖ്യ പരിഗണിച്ചാൽ ഇന്ത്യയിലുള്ള മറ്റ് തൊഴിലാളി സംഘടനകളെല്ലാം കൂടിയാൽ പോലും BMSൻ്റെ ആകെയുള്ള അംഗസംഖ്യയുടെ പകുതിയിൽ പോലും ഇല്ല എന്നുള്ളതാണ് കണക്ക്. എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിൽ, അതായത് ആദ്യമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം മുതൽ ഏതാണ്ട് 1950 മുതൽ 1960 വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ അപജയം പറ്റിയത്? ഇന്ത്യ തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമാണ്. തെലുങ്കാന, ബീഹാർ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മധ്യപ്രദേശ് ഒക്കെ. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലുമൊക്കെ ഇവർ അധികാരത്തിൽ വന്നു. തമിഴ്നാട്ടിൽ എത്രയോ വലിയ തൊഴിലാളികളുണ്ട്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ മൂല്യച്യുതി സംഭവിച്ചു? പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ മൂല്യച്യുതി സംഭവിക്കാനുള്ള കാരണം, ഇവർ ഭാരതത്തിൻ്റെ ദേശീയതയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എപ്പോഴും ഇവരുടെ നിലപാട് ഭാരതത്തിനെതിരായിരുന്നു. പക്ഷെ മറിച്ച് RSSൻ്റെ നിലപാട് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നുള്ളതാണ്. ആ ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ദേശീയതയെ ഊന്നി നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് RSSൻ്റെ ആ വിജയം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എപ്പോഴും നമ്മുടെ ഭാരതത്തെ തള്ളിപ്പറയും. പലപ്പോഴും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ അത് തന്നെയാണ്. രണ്ടാം ലോകമഹായുദ്ധം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ? സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയാൽ അവരെന്ന് സോവിയറ്റ് യൂണിയൻ്റെ ആക്രമണത്തെ ചൈനയുടെ ആക്രമണത്തെ പല സന്ദർഭങ്ങളിലും പിന്തുണച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു കണക്കുകൂട്ടൽ, സോവിയറ്റ് യൂണിയനോ ചൈനയോ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറും. കാര്യം സോവിയറ്റ് യൂണിയൻ ഇന്ത്യ ആക്രമിച്ചാൽ കീഴടക്കിയ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണം വരും, അല്ലെങ്കിൽ ചൈന ആക്രമിച്ച് കീഴടക്കിയ ചൈനയുടെ ഭരണം വരും. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പിന്നെ രാജ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊരു ചെപ്പടി വിദ്യയിലൂടെ ഈ ഇന്ത്യയെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുപോകും. അതായിരുന്നു ആ പാർട്ടിയുടെ കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഭാരതത്തിൻ്റെ ദേശീയതയെ അംഗീകരിച്ചില്ല. CPIയുടെ വലിയ സൈദ്ധാന്തികനായിരുന്നു കേരളത്തിൽ നിന്നുള്ള NE ബൽറാം. NE ബൽറാം ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി അവരുടെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചു. എന്താ? ഭാരതത്തിൻ്റെ ദേശീയതയെ അംഗീകരിക്കാതെ പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വേരോട്ടം ഇല്ലാതായതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഭാരതമെന്ന് പറയുന്നത് വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു രാജ്യമാണ്. ആർഷഭാരത സംസ്കാരം എന്ന് പറയും. രാമായണവും മഹാഭാരതവും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു സംസ്കാരം. ഹിന്ദു എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ജീവിതമാണെന്ന് സുപ്രീം കോടതി പോലും നിർവചിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൻ്റെ ദേശീയതയെ മുറുകെ പിടിക്കാത്ത ഒരു പ്രസ്ഥാനങ്ങളും ഭാരതത്തിൽ നിലനിൽപ്പില്ല. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച അപജയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പാർട്ടി കോൺഗ്രസ്സുകളിൽ ത്രിപുരയും കേരളവും പശ്ചിമബംഗാളും മാത്രമല്ല, ബീഹാർ, തെലുങ്കാന, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ പോകുന്നുവെന്ന് പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ഇന്നെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ഇന്ന് CPIയുടെയും CPMൻ്റെയും സ്ഥിതി എടുത്തു നോക്കിയാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ അവർക്ക് ഒരു സംസ്ഥാനത്തിൽ നിന്നാണ് MP-മാരുള്ളത്. ഒരു സംസ്ഥാനത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 2 MP-മാരെ കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോഴും ഈ പാർട്ടികൾ ഭാരതത്തിൻ്റെ ദേശീയതയെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് വലിയ ഒരു സാംസ്കാരിക സമ്പന്നമായ രാഷ്ട്രമാണ്. എപ്പോഴും ഭാരതത്തെ പരംവൈഭവത്തിലേക്ക് എത്തിക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾക്കും ഭാരതത്തിൽ നിലനിൽപ്പില്ല എന്നതാണ് ചരിത്രം. ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കടമ. പക്ഷെ പലരും അത് മറന്നുപോകുന്നു. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സംസ്കാരമുണ്ട്. ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കാതെ ആ രാജ്യത്തിനും ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ പലപ്പോഴും ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ്, മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ്, ഭരണഘടനാ മൂല്യങ്ങളുടെ പേര് പറഞ്ഞൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഗുണപാഠമാകേണ്ടതാണ്. നന്ദി. നല്ല നമസ്തേ. അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ.